എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പ് രോഗിയായ വയോധിക കാർത്തിയായനിയെ വീടിനകത്ത് കയറി കടിച്ചു കൊല്ലുകയും ഇവരുടെ മകനെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവുനായയെ പിടികൂടിയ തെരുവുനായ പിന്നീട് ചത്തു. എനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 1 മണിയോടെയാണ് നായയെ പിടികൂടിയത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കാർത്തിയായനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിച്ചത്. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്തിയായനി തൽക്ഷണം മരിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ള ദേവദാസിന് കാലിനാണ് കടിയേറ്റത്. കാൽപാദം കടിച്ചു കീറുകയും കാൽവിരലുകൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു തൊഴിലാളിയെയും നിരവധി വളർത്തു നായ്ക്കളെയും തെരുവു നായ്ക്കളെയും കടിച്ചിരുന്നു. ഒരു തവണ നായയെ വലയെറിഞ്ഞു പിടിച്ചെങ്കിലും രക്ഷപ്പെട്ടു. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ വെള്ളറക്കാട് പള്ളിക്ക് സമീപം വെച്ച് പോലീസ് നായയെ കണ്ടെത്തുകയും ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ചേർന്ന് പിടികൂടുകയുമായിരുന്നു. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടയിൽ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈയിന് ചെറിയ രീതിയിൽ പരുക്കുപറ്റി. പിടികൂടിയ നായ മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ചത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രകാശൻ പേങ്ങാട്ടുപാറ, വിഷയകുമാർ, സുഗിജ സുമേഷ്, ബ്ലോക്ക് മെമ്പർ KR സിമി, മുൻ അംഗം അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി.